വിജയമേ ഉള്ളിലെ വിളക്കുകൾ തെളിച്ചിടേണമേ കണ്ണുകൾ തുറന്നു നിൻ വെളിച്ചമേകണേ വിവേകവും വിശുദ്ധിയും ദൈവഭയവുമേകണേ ഇരുളു വീണ വഴിയിലിടറി വീണിടാതെ കാക്കണേ വിജയമേകണേ ആദ്യകിരണമായി വിളങ്ങും യേശുവേ എൻ സൽഗുരു ആദ്യവചനമായി വിടർന്ന യേശുവേ എൻ സ്നേഹമേ ജീവനിൽ പ്രകാശമേ എൻ ഭാവിതൻ പ്രതീക്ഷനേ ആദ്യകിരണമായി വിളങ്ങും യേശുവേ എൻ സൽഗുരു ആദ്യകിരണമായി വിളങ്ങും യേശുവേ എൻ സൽഗുരു ആദ്യവചനമായി വിടർന്ന യേശുവേ എൻ സ്നേഹമേ ജീവനിൽ പ്രകാശമേ എൻ ഭാവിതൻ പ്രതീക്ഷനേ ആദ്യകിരണമായി വിളങ്ങും യേശുവേ എൻ സൽഗുരു ഉയരെ ഉയരെ കയറുവാൻ ആത്മധൈര്യമേകണേ സത്യധർമ്മ പാതയിൽ വിജയമേകണേ ഉള്ളിലെ വിളക്കുകൾ തെളിച്ചിടേണമേ കണ്ണുകൾ തുറന്നു നിൻ വെളിച്ചമേകണേ വിവേകവും വിശുദ്ധിയും ദൈവഭയവുമേകണേ ഇരുളു വീണ വഴിയിലിടറി വീണിടാതെ കാക്കണേ വിജയമേ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. BBSന്റെ സമാപന ദിവസമാണ് ഇന്നേ ദിവസം. 5 ദിവസം നമ്മുടെ കുട്ടികൾ പാട്ടുപാടി നൃത്തം ചെയ്ത് കളികളിലൂടെയൊക്കെ ഈശോയെ മനസ്സിലാക്കുകയും പഠിക്കുകയും അനുഭവമാക്കുകയും ചെയ്യുന്ന ദിവസങ്ങളായി. ഇന്ന് പരിശുദ്ധ ബലിയർപ്പണത്തിൽ ഈശോയുടെ അനന്തമായ അനുഗ്രഹം ഇവരുടെ മേൽ വന്ന് അണയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല നല്ല കുഞ്ഞുങ്ങളായി, സഭയുടെ മക്കളായി, ഈശോയുടെ മക്കളായി, മറിയത്തിൻ്റെ മക്കളായി ജീവിക്കുവാനുള്ള അനുഗ്രഹം. എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഓരോ കുഞ്ഞുങ്ങളും നല്ലവരായി സമൂഹത്തിൽ വളരുവാനായിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ സമർത്ഥമായി ലഭിക്കുവാനായിട്ട്, മക്കളൊന്നും വഴിതെറ്റിപ്പോകാതെ എന്നെന്നും ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ സ്വപ്നം കാണുന്നത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നമുക്ക് ബലിയർപ്പണത്തിൽ പ്രാർത്ഥിക്കാം. മിഖായേൽ മാലാഖയുടെ ശക്തമായ മാധ്യസ്ഥവും ദൈവാനുഗ്രഹവും ഇവരുടെ മേൽ വന്നു പതിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് മതബോധന അധ്യാപകരെ സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയർപ്പണത്തിൽ നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്കു നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ദൈവത്താഴ്മയാൽ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ.
കർത്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു ഏകാത്മജാദേവ സൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർമ്മലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനീശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താലേകരാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളിലെന്നും പെസഹ രഹസ്യം നിറവേറ്റണമേ. അങ്ങനെ പരിശുദ്ധ സ്നാനത്താൽ നവീകൃതരാകുവാൻ അങ്ങടയാക്കിയവർ അങ്ങേ സംരക്ഷണത്തിന്റെ സഹായത്തിൻ കീഴിൽ സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കുവാനും നിത്യജീവിതത്തിന്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് പൗലോസും ബർന്നബാസും ഇസ്രായേലിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്യയിലേക്കും തിരിച്ചുചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉദ്ദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു. പിന്നീട് അവർ പിസിദിയയിലൂടെ കടന്ന് പാംഫിലിയയിൽ എത്തി. പെർഗായിൽ വചനം പ്രസംഗിച്ചതിന് ശേഷം അവർ അത്താലിയയിലേക്ക് പോയി. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്ന് വിജാതിയർക്ക് വിശ്വാസത്തിന്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു കൊടുത്തുവെന്നും വിശദീകരിച്ചു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. എന്റെ രാജാവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ
എന്റെ രാജാവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തുന്നു. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവസൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. എൻ്റെ രാജാവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എന്റെ രാജാവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തുന്നു. കർത്താവേ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്കു കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. എൻ്റെ രാജാവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എന്റെ രാജാവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. എൻ്റെ രാജാവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എന്റെ രാജാവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് യോഹന്നാനായ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നും വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്തു വസിച്ചു. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ
നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അവസാനത്തെ അത്താഴ സമയത്ത് യൂദാസ് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇന്ന് CBSൻ്റെ സമാപന ദിനമാണ്. വെക്കേഷൻ ബൈബിൾ സ്കൂൾ. അവധിക്കാലത്ത് ഈശോയെ അറിയുക. വേദപാഠ ക്ലാസ്സുകളുണ്ട്. വേദപാഠ ക്ലാസ്സിൽ അധ്യാപകർ വളരെ സ്ട്രിക്റ്റാണ്. നിശബ്ദരായിരിക്കാൻ പറയും. പാട്ട് പാടുവാനോ സംസാരിക്കുവാനോ ഒന്നും പാടില്ല. പക്ഷെ VBS തികച്ചും വ്യത്യസ്തമാണ്. പാട്ട് പാടാം, ബഹളം വയ്ക്കാം, ആട്ടമാടാം, കൂട്ടുകൂടാം. അങ്ങനെയുള്ള ചെയ്തികളും പാട്ടുകളും പ്രവൃത്തികളും. അപ്പം ഇങ്ങനെ ആഹ്ലാദിച്ചുല്ലസിച്ച് പറന്ന് നടന്ന് ആഹ്ലാദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഈശോയെ അറിയുക വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാനുഭൂതിയാണ്. ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ പ്രദക്ഷിണം കാലുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥനകൾ പല രീതിയിലാകാം. ചിലർക്ക് സ്ഥിരമായി ഇങ്ങനെ കരഞ്ഞ് 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 പ്രാർത്ഥിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ജീവിതം മുഴുവൻ ദുഃഖമയമായി ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കുരിശും വഹിച്ച് കുരിശിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലി ദുഃഖമയമായ പ്രാർത്ഥനകൾ ചൊല്ലി ചൊല്ലി ഇങ്ങനെ പോകുന്ന മനുഷ്യൻ. അങ്ങനെ നമ്മുടെ സഭ അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുമില്ല. എല്ലാവരും എപ്പോഴും കുരിശിൻ്റെ വഴി ചൊല്ലി ദുഃഖമയമായി ഇങ്ങനെ പോകണം എന്ന് സഭ പറയുന്നില്ല. അതിന് പ്രത്യേക കാലങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുക പെസഹാകാലം. അത് ഹല്ലേലൂയ പാടുവാനും ആഹ്ലാദിക്കുവാനുള്ള അവസരമാണ്. കുരിശിൻ്റെ വഴി ചൊല്ലി ദുഃഖമയമായി പ്രാർത്ഥിക്കേണ്ട അവസരം തപസ് കാലമാണ്. പിന്നീട് ആണ്ടുവട്ടം. അത് ഓർഡിനറി ഡേയ്സ്, സാധാരണ പോലെ പോകുന്ന പ്രാർത്ഥന, സാധാരണ ജീവിതം പോലെ പോകുന്ന കാലമാണ് ആണ്ടുവട്ടം. അങ്ങനെ സഭയിൽ പോലും അങ്ങനെ കാലങ്ങളുണ്ടെങ്കിലും മനുഷ്യർ ചിലപ്പോഴൊക്കെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിശബ്ദമായി കണ്ണുമടച്ച് ഏകാഗ്രതയോടെ, അത് നല്ലൊരു പ്രാർത്ഥന അനുഭവമാണെങ്കിലും പ്രാർത്ഥനയിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുമുണ്ട് എന്ന് VBS നമ്മെ പഠിപ്പിക്കുക. ഇങ്ങനെ ആടിത്തിമർത്തും പ്രാർത്ഥിക്കാം, കൈകൊട്ടിയും പ്രാർത്ഥിക്കാം, ഡാൻസ് കളിച്ചും പ്രാർത്ഥിക്കാം, അങ്ങനെ ഭക്ഷണം കഴിച്ചും പ്രാർത്ഥിക്കാം. അതാണ് VBSൻ്റെ പ്രത്യേകത. ഒരു നാള് അന്തോനീസും കൂട്ടുകാരും വയലിലൂടെ പാട്ടും പാടി ആർത്തുല്ലസിച്ച് കയ്യടിച്ച് ഇങ്ങനെ അലങ്കോലമായി വരുന്നത് കണ്ടപ്പോൾ ഒരു അമ്പയത്തുകാരൻ പറയുന്നു, സെന്റ് ആന്റണി, അങ്ങൊരു വിശുദ്ധനാണ്. വിശുദ്ധനായ അങ്ങയെ നാട്ടുകാർ ഇപ്പോൾ തന്നെ വിളിക്കുന്നത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധൻ എന്നാണ്. അപ്പോൾ വിശുദ്ധനായ അങ്ങ് ഇങ്ങനെ കൂട്ടുകാരോടൊപ്പം വയലിലൂടെ ഇങ്ങനെ കോമാളി പിള്ളേരെ കണക്ക് പാട്ടും പാടി ആട്ടവും പാടി ഇങ്ങനെ നടക്കുന്നത് അത്ര ശരിയല്ല വിശുദ്ധ ആന്റണി
എന്നൊരു അമ്പെയ്ത്തുകാരൻ പറയും. ആന്റണി മറുപടി പറയുക, നിന്റെ ജോലി എന്താണ്? അത് അമ്പെയ്ത്താണ്, നീ അമ്പെയ്യുക. അവൻ തുടരെ തുടരെ ആ വിശുദ്ധനായ ആന്റണിയുടെ വാക്ക് കേട്ട് അമ്പെയ്ത് കൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു, ഇനി എൻ്റെ വില്ല് ഒടിഞ്ഞു പോകും, ഇനി അമ്പെയ്താൽ തുടരെ തുടരെ ഞാൻ ഇങ്ങനെ അമ്പെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആന്റണി പറയുക, ഇതാണ് ജീവിതം. തുടരെ തുടരെ നീ അമ്പെയ്താൽ നിന്റെ വില്ല് ഒടിഞ്ഞു പോകും. പ്രാർത്ഥനയ്ക്കും ചില ഇടവേളകളും ചില വ്യത്യസ്തതയും വേണം. അതാണ് എൻ്റെ ഈ താരാട്ട് പാട്ടും അടിച്ചുപൊളി പാട്ടും നൃത്തവും എന്ന് വിശുദ്ധ അന്തോനീസ് വ്യക്തമാക്കുന്നു. ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. ഈ ദിവസങ്ങളിൽ പറഞ്ഞ 3 സംഭവങ്ങൾ ഒന്നുകൂടി ആവർത്തിയാണ്. ചെറിയ 3 കഥകൾ. അത് ഇപ്രകാരം മൈക്കലാഞ്ചലോ നമ്മുടെ വലിയ പിയാനോ വായിക്കുന്ന ബീതോവൻ ഇങ്ങനെ അദ്ദേഹം സംഗീതം കൊണ്ട് ആകാശത്തെ താഴിറക്കിയ മനുഷ്യനാണ് ബീതോവൻ. വലിയ മ്യൂസിഷ്യനായ ബീതോവൻ മരിക്കുവാൻ കിടക്കുമ്പോൾ മാലാഖ അദ്ദേഹത്തിന്റെ സന്നിധിയിലും അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുവാനായിട്ട് മാലാഖ ഓടിയത്. അപ്പോൾ ബീതോവന്റെ അവസാനത്തെ ആഗ്രഹം, എൻ്റെ ജീവൻ ഇപ്പോഴേ എടുക്കല്ലേ, എനിക്ക് മരിക്കുവാൻ ഭയമാണ്, അതുകൊണ്ട് എൻ്റെ ജീവൻ എടുക്കല്ലേ, എനിക്ക് കുറച്ച് നാൾ കൂടി ജീവിക്കണം. മാലാഖ പറഞ്ഞു, ഇല്ല, നീ ഉറങ്ങേണ്ട സമയമായി, നിത്യമായി ഉറങ്ങേണ്ട സമയമായി. അവസാനമായി ബീതോവന്റെ കൈകൾ വെറുതെ അന്തരീക്ഷത്തിൽ പിയാനോ വായിക്കുന്ന പോലെ ആക്കിയിട്ട് കൈകൾ നിശ്ചലമായി ബീതോവൻ മരിക്കുകയാണ്. പിന്നീട് ഇതേപോലാണ് മൈക്കൽ ആഞ്ചലോയ്ക്കും മരിക്കുവാനായിട്ട് സമയമായി. മരിക്കുവാൻ അദ്ദേഹത്തിന് മനസ്സില്ല. അപ്പോൾ മൈക്കൽ ആഞ്ചലോ പറയുന്നുണ്ട്, എൻ്റെ മരണം ഒരു കുഞ്ഞിനെ ആദ്യാക്ഷരം പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയാണ്. ആദ്യ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ സമയം വൈകിപ്പോയി എന്നാണ് പറയുക. മൈക്കൽ ആഞ്ചലോ നമുക്ക് അറിയാം, പിയാത്തോയൊക്കെ നിർമ്മിച്ച വലിയ കലാകാരനാണ് മൈക്കൽ ആഞ്ചലോ. അദ്ദേഹം പറയുന്നത്, അങ്ങനെ ഞാൻ അക്ഷരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ ജീവിതം വൈകിപ്പോയി, സമയമായി, എനിക്ക് പോകേണ്ട സമയമായി എന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഡാവിഞ്ചി, അന്ത്യത്താഴം വരച്ച ഡാവിഞ്ചി പറയുക, ജീവിതം തീരാറായി, ദൈവേഷ്ടപ്രകാരമൊന്നും എനിക്ക് ജീവിക്കുവാൻ സാധിച്ചില്ല, എല്ലാത്തിനും ദൈവത്തിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും മരിച്ചു എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഒരു നാൾ നിത്യമായി ഉറങ്ങേണ്ട സമയം വരും, പക്ഷേ ഉണർന്നിരിക്കുന്ന സമയമുണ്ട്. മാലാഖ പറയുന്നത് പോലെ ഉണർന്നിരിക്കേണ്ട സമയത്ത് നിനക്ക് ചെയ്യാവുന്നതൊക്കെ നീ ചെയ്യുക, നന്മ പ്രവൃത്തികളൊക്കെ നീ ചെയ്യുക, അല്ലാതെ നിത്യമായി ഉറങ്ങേണ്ട സമയം വരും. അപ്പോൾ നീ പഴയതിനെ ഓർത്ത് നീ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പോൾ ഈ സമയമൊക്കെ ചുറുചുറുക്കോടുകൂടി നമ്മൾ ഉണർന്നിരുന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവേഷ്ട പ്രകാരം ജീവിക്കേണ്ട പദ്ധതികളും തീരുമാനങ്ങളും. അതാണ് ജീവിതം നൽകുന്ന ഈ സങ്കീർത്തകൻ പറയുന്നത് പോലെ 70 അല്ലെങ്കിൽ 80 വയസ്സേ ഉള്ളൂ മനുഷ്യന്റെ ആയുസ്. ആ ആയുസ്സിൽ മനുഷ്യ നിനക്ക് അഹങ്കരിക്കുവാനൊന്നുമില്ല. ഒരു നീർക്കുമുള പോലെയാണ് മനുഷ്യ ജീവിതം. ഏത് സമയത്തും പൊട്ടിപ്പോകാവുന്ന ഒരു നീർക്കുമുള പോലെ. അതിന് ഈ വയസ്സിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുക. അതുകൊണ്ട് വളരെ തുച്ഛമായ ജീവിതം മാത്രമേ ഉള്ളൂ. BBS വലിയൊരു അനുഭവമായി ഈ കുഞ്ഞുങ്ങൾക്ക് തോന്നി. അവർ നല്ലതുപോലെ ഇതിനകത്ത് സഹകരിച്ചു. അധ്യാപകര് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. സിസ്റ്റേഴ്സ് വളരെ ഭംഗിയായിട്ട് സഹകരിച്ചു. നമ്മുടെ അജപാലന സമിതി അംഗങ്ങൾ, ധനകാര്യ സമിതി അംഗങ്ങൾ, ഭക്ഷണം സ്പോൺസർ ചെയ്ത ഒരുപാട് പേര്, സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത ഒരുപാട് പേര്, ഇന്ന് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. അവസാനമായി ഇവരെ ഒരുമിച്ച് കൂട്ടി നമ്മൾ കഴിഞ്ഞ ആഴ്ച അറിയിച്ചതുപോലെ ഒരു സൈക്കിൾ റാലി നടത്തി വളരെ ഭംഗിയായി വിജയിപ്പിച്ച് ഈ സന്തോഷത്തിൽ ഈശോയോടൊപ്പം കുഞ്ഞുങ്ങളും ചേർന്ന് നമ്മളെല്ലാവരും സന്തോഷിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രസംഗമൊന്നുമില്ല. എല്ലാവർക്കും സഹകരിച്ച് എല്ലാവർക്കും ബലിയർപ്പണത്തിൽ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസികളുടെ പ്രാർത്ഥന. വിശ്വാസ പ്രമാണം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും
പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ രീതികൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥന. സ്നേഹസ്വരൂപനായ ദൈവമേ, തിരുസഭയെ നയിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയെ, ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിനെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ തളരാതെ തങ്ങളിൽ ഫലമേൽപ്പിക്കപ്പെട്ട മതഗണത്തെ വിശുദ്ധിയുടെ പാതയിലൂടെ നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. വെളിച്ചമായ ദൈവം എന്റെ ദൈവം എന്ന ഈ വർഷത്തെ VBSന്റെ ആപ്തവാക്യം എല്ലാ കുഞ്ഞുമക്കളിലും നിറഞ്ഞു നിന്ന് യേശു എന്ന യുവാവിന്റെ മാനസിക ജീവിതത്തിൽ ഉൾക്കൊണ്ട് അവരുടെ പ്രശസ്തികളിലൂടെയും ജീവിതത്തിലൂടെയും പകർന്നു കൊടുക്കുവാനും തങ്ങളെ വിശ്വാസ പരിശീലനത്തിലൂടെയും നയിക്കുന്ന എല്ലാ അധ്യാപകരെ അനുഗ്രഹിക്കണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഈ ജീവിതത്തിൽ പങ്കുചേർന്ന സമർപ്പിക്കുന്നു. ഇവരുടെ ജീവനെയും ശരീരങ്ങളെയും അങ്ങേ ഫലമേൽപ്പിക്കുന്നു. ശരീര രക്തങ്ങളിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് വിശുദ്ധവും അസക്തവുമായ ഒരു ജീവിതം നയിക്കാൻ ഇവരെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവന്റെ ഉറവിടമായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പാപക്കറകൾ കഴുകി സ്വീകരിച്ച് സൗഭാഗ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കാഴ്ച
നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. എന്നെയും എൻ സർവമോഹങ്ങളും ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? സ്വന്തമാണെന്ന് കരുതിയതെല്ലാം നിനക്കായി മാത്രം ഞാൻ ജയിച്ചു. സ്വന്തമാണെന്ന് കരുതിയതെല്ലാം നിനക്കായി മാത്രം ഞാൻ ത്യജിച്ചു. പിന്തിരിഞ്ഞൊരു നാളും നോക്കില്ല ഞാൻ, പൂർണ്ണമായി എന്നെ നൽകിയതല്ലേ. ഇനിയുള്ള ജീവിതം നിനക്കല്ലേ, ഞാൻ നിന്റേതല്ലേ. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഇഷ്ടം നിറവേറ്റിടുവാൻ നിനക്കായി മാത്രം ജീവിക്കുവാൻ. തിരുവിഷ്ടം നിറവേറ്റിടുവാൻ നിനക്കായി മാത്രം ജീവിക്കുവാൻ. നീ തരും ദാനങ്ങൾ ധ്യാനിക്കാം ഞാൻ, പൂർണ്ണമായി എന്നെ ശൂന്യമാക്കാൻ. ഇനിയുള്ള ജീവിതം നിനക്കല്ലേ, നീ എന്റേതല്ലേ. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. എന്നെയും എൻ സർവമോഹങ്ങളും ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും
പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ബലിയുടെ ഭക്തിയാദരങ്ങളോടുള്ള വിനമയത്താൽ ഏകപരമോന്നത ദൈവപ്രകൃതിയിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങിടയാക്കിയല്ലോ. അങ്ങനെ അങ്ങേ സത്യം ഞങ്ങൾ അറിയുന്ന പോലെ അന്യുക്തമായ ജീവിത ശൈലിയിലൂടെ ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിന്റെ മക്കൾ നിത്യജീവനിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണമില്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർക്കുകയും ചെയ്തു. ആകയാൽ ആമോദ വായ്പോടെ വാഴുമീ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാൻ അങ്ങയെ വാഴ്ത്തുന്നു, മംഗളം പാടി നമിച്ചിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോട്. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ തൊട്ടിക്കൊടുക്കപ്പെട്ട് സുമനത്താലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകും.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. മരണം ഭരിച്ചു നീ മൃത്യുവിനെ ജയിച്ചു, ഉത്ഥാനം ചെയ്തു നീ ഞങ്ങൾക്കു ജീവനേകി. വരണേ വിഭൂതവ മഹിമ പ്രതാപമോളേ. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യജീവൻ അരുളുന്ന അപ്പവും അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ ആന്റണി മുല്ലശ്ശേരി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താര, നിന്നാമം പൂജിതമായി. സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നു ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ശാന്തി നൽകിയിടേണമേ. കുഞ്ഞാട് ശാന്തി നൽകിയിടേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിതാക്കളോ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
എന്നാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ തൃക്കട ജലമേ എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ പീഡകളേ എന്നെ സുധീരയാക്കണമേ. നന്മതൻ നിറകൂടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണം വന്നണയുമ്പോൾ എന്നെ അങ്ങു വിളിക്കണമേ. നിൻ തിരുസവിധം പോകാൻ എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരുമൊന്നാ നമ്മെ സതതം വാഴ്ത്തിടുവാൻ. വിവാഹാറിയിപ്പ് ദൈവാനുഗ്രഹത്താൽ നമ്മുടെ ഇടവകയിൽ തണൽ ബാബുസുധൻ്റെയും ട്രീസാമ്മയുടെയും മകൻ ടിറ്റു സുധനും തിരുവനന്തപുരം അതിരൂപതയിൽ മുങ്ങോട് ഇടവകൽ റുഡോൾഫ് നിവാസിൽ സൈമൺ മേരി സണൻ്റെയും മേരി ജാക്കുലിൻ്റെയും മകൾ ആൻമേരി മോറിസും തമ്മിൽ വിവാഹം ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ സ്തോത്രക്കാഴ്ച 6144 രൂപ, കവർ കളക്ഷൻ 1610 രൂപ, വൈകുന്നേരത്തെ സ്തോത്രക്കാഴ്ച ഊണമ്പലം കുരിശടിയിൽ 4732 രൂപ, കവർ കളക്ഷൻ 2227 രൂപ. ഓണമ്പലം കുരിശടിയിൽ ബുധനാഴ്ച ലഭിച്ച തുക 747 രൂപ. തിരുനാൾ തുടക്കം വ്യാഴാഴ്ച സ്തോത്രക്കാഴ്ച 3440 രൂപ, വെള്ളിയാഴ്ച 5 മണിക്ക് 810 രൂപ, ശനിയാഴ്ച ലഭിച്ചത് 1230 രൂപ, ആകെ ലഭിച്ചത് 6227 രൂപ. കഴിഞ്ഞ ആഴ്ച നമുക്ക് മൊത്തം സൺഡേ കളക്ഷനായിട്ട് ലഭിച്ചത് 14714 രൂപ. ചാരിറ്റി ബോക്സിന് ലഭിച്ചത് 25812 രൂപ. ഓണമ്പലം കുരിശടിയിലെ തിരുനാള് വളരെ ഭംഗിയായിട്ട് അവർ നടത്തുകയുണ്ടായി. അതിൽ 2 പേരുടെ നന്ദി അറിയിക്കുവാൻ വിട്ടുപോയി. മാതാവിൻ്റെ പ്ലോട്ട് നേർച്ചയായി നൽകിയത് ജാൻസി അജയൻ കുന്നത്ത് കിഴക്കത്തിൽ ഓണമ്പലമാണ്. അതുപോലൊപ്പം തന്നെ മാലാഗയുടെ പ്ലോട്ട് നേർച്ചയായി നൽകിയത് സിനോജ് തോമസ് സൂരജ് ഭവൻ ഓണമ്പലം, ജിജോ ജോയി ജോജി വിലാസം ഓണമ്പലം ഇവരാണ്. ഓണമ്പലം പള്ളി തിരുനാളുകാർ മെച്ചപ്പെട്ട രീതിയിൽ തിരുനാൾ നടത്തി അതിൻ്റെ വരവ് ചെലവ് കണക്ക് അവരെ അവതരിപ്പിക്കുവാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഭാരവാഹികൾ മുന്നോട്ട് വന്ന് ഓണമ്പലം കുരിശിലെ വരവ് വളരെ ചുരുക്കത്തിൽ അവർ ആ കണക്ക് അവതരിപ്പിക്കുന്നതാണ്.
മംഗലം ക്രിസ്ത്യാനികളുടെ സഹായ മാതാവിൻ്റെ ഭംഗിയായി നടത്തുവാൻ സാധിച്ചു. ഇതിനായി സഹകരിച്ച പ്രസിദ്ധന്മാർക്കും അതിന് മറ്റും സംഭാവന നൽകിയ എല്ലാവർക്കും കമ്മിറ്റി അംഗങ്ങളുടെ നന്ദി അറിയിക്കുന്നു. വരവ് ചിലവ് കണക്കുകൾ. പ്രസിദ്ധന്മാരിൽ നിന്നും കിട്ടിയ തുക 168 പേരിൽ നിന്നും 3,36,000 രൂപ. നിയോഗമായി കിട്ടിയ തുക 33,000 രൂപ. സംഭാവനയായി കിട്ടിയ തുക 68,500 രൂപ. അരിക്കായി ക്യാഷ് തന്നത് 9 ചാക്കിൻ്റെയും 10 കിലോ കിറ്റിൻ്റെയും 20,320 രൂപ. മിച്ചം വന്ന സാധനം വിറ്റ വക കിട്ടിയത് 7,000 രൂപ. ടോട്ടൽ വരവ് 4,57,820 രൂപ. ചിലവായത് 4,16,336 രൂപ. ബാലൻസ് തുകയാണ് ഉള്ളത് 43,000 രൂപ. ഇത് കൈമാറുന്നതിനായി ട്രഷറർ ഷാജിയെ ക്ഷണിക്കുന്നു. അതുകൂടാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന 3 കുടുംബത്തിന് 6 കിറ്റ് 10-ൻ്റെ അരി നൽകിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ കുരിശടികളെയും തിരുനാളിൻ്റെ കണക്ക് ഇപ്രകാരം അവതരിപ്പിക്കുന്നത് നല്ലതാണ്. ഒരു സുതാര്യതയും വിശ്വാസവും ഈ സംഭാവന നൽകുന്നവർക്കും നേർച്ചയായി നടത്തുന്നവർക്കും ഉണ്ടാകും. അതുകൊണ്ട് ഇത് വളരെ നല്ലതാണ്. പള്ളിയുടെ കണക്ക് മാത്രമല്ല, കുരിശടി തിരുനാളിൻ്റെ കണക്കും ദേവാലയത്തിൽ പൊതുജനങ്ങളുടെ സമക്ഷത്തിൽ സമർപ്പിക്കുന്നത് നല്ലതാണ്. മിച്ചം വന്നതിനേക്കാൾ ഉപരി ഈ തിരുനാളിനൊരു പ്രത്യേകത. സാധാരണ തിരുനാള് ഭാരവാഹികൾ ബലിയർപ്പണത്തിൽ പങ്കെടുക്കത്തില്ല. അവർക്ക് ഒരുപാട് തിരക്കായിരിക്കും. സ്നേഹവിരുന്നിന് പിന്നാലെ ഓടും, ഗാനമേളയുടെ പിന്നാലെ ഓടും, മറ്റ് അലങ്കാരങ്ങളുടെ പിന്നാലെ ഓടും. പക്ഷെ ഓണമ്പലത്ത് ഞാൻ നോക്കിയപ്പോൾ ഭാരവാഹികൾ എല്ലാവരും പരിശുദ്ധ കുർബാനയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഭക്തിയോടെ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മേന്മ. എല്ലാ കാര്യങ്ങളും ആ സമയത്ത് മാറ്റിവെച്ച് അവർ കുർബാനയിൽ പങ്കെടുക്കും. തിരുനാള് ആത്മീയ ഉണർവിൻ്റെ നിമിഷങ്ങളാണ്. മറ്റ് കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യുക. ബലിയർപ്പണത്തിൽ ഭാരവാഹികൾ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് മറ്റുള്ളവർക്കും മാതൃകയായിരിക്കട്ടെ. ഓണമ്പലം ഭാരവാഹികൾക്ക് തിരുനാളിന് വേണ്ടി അധ്വാനിച്ചവർ, ബലിയർപ്പണം തിരുക്കർമ്മങ്ങൾ സജീവമായി നടത്തുവാനായിട്ട് സഹായിച്ച എല്ലാ ഭാരവാഹികൾക്കും, കൺവീനർ, സെക്രട്ടറി, ട്രഷറർക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കും. ഓണമ്പലം കുരിശടിയിൽ 24-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് കുർബാന ഉണ്ടായിരിക്കും. അന്നാണ് തിരുനാൾ ദിവസം. അന്ന് വൈകുന്നേരം 5 മണിക്ക് ജപമാല, ലിറ്റനി, നൊവേന, ബലിയർപ്പണം ഉണ്ടായിരിക്കും. നേർച്ചക്കഞ്ഞി സംഭാവനയായി നൽകിയവർ ഫ്രാൻസിസ് PS കാരിസ് 1000 രൂപ, പ്രസന്ന AV വലിയ വിളവീട് 500 രൂപ, ജോഷുവ ജെ ഭവൻ 500 രൂപ, ഗ്രേസി ആന്റണി വലിയ തെക്കതിൽ 500 രൂപ, മഞ്ജു ബ്രൂണോ ആരാമം 1000 രൂപ, സുഷമ്മ മോരിപ്പുറത്ത് വീട് 1000 രൂപ. വികസന വരി നൽകിയത് സെന്റ് ബെർക്കമൻസ് 3000 രൂപ, സെന്റ് ബെർക്കമൻസ് യൂണിറ്റ്. കുർബാനയ്ക്ക് ശേഷം തേങ്ങ ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച നമ്മൾ ഒരു പൊതുയോഗം വിളിക്കുകയാണ്. പൊതുയോഗത്തിൻ്റെ മുഖ്യ അജണ്ട നമ്മുടെ പാതുകാവൽ തിരുനാളിന് മുന്നോടിയായിട്ട് നമ്മൾ ഭവന സന്ദർശനം നടത്തുകയാണ്. എല്ലാ ഭവനങ്ങളും ആശീർവദിക്കുന്ന അവസരമാണ്. പാതുകാവൽ തിരുനാളിന് മുന്നോടിയായിട്ടാണ് എല്ലാ ഭവനങ്ങളും ആശീർവദിക്കുന്നത്. അപ്പോൾ ഭവനങ്ങൾ ആശീർവദിക്കുമ്പോൾ നിങ്ങൾ 1-2 കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന്, നമ്മുടെ പാതുകാവൽ തിരുനാൾ പ്രസിദ്ധന്മാരുടെ ലിസ്റ്റ്
നിങ്ങളുടെ ഭവനങ്ങളിൽ വരുമ്പോൾ തന്നാൽ നന്നായിരിക്കും. നേരത്തെ കൂട്ടി നോട്ടീസൊക്കെ പ്രിപ്പയർ ചെയ്യണം, അല്ലെ കുറച്ച് പേരുടെ പേര് മിസ്സായി പോകും. അതുകൊണ്ട് അപ്പോൾ തന്നെ കഴിയുന്നവരൊക്കെ ക്രിസ്ത്യാനിമാരാകണം. വലിയ തുകയൊന്നും പാതുകാവൽ തിരുനാളിന് ക്രിസ്ത്യാനിയായിട്ട് നിയോഗിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേര് വിവരങ്ങൾ നേരത്തെ കൂട്ടി തരികയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ പാതുകാവൽ തിരുനാൾ അടുത്ത് വരുന്നു, അതിലേക്ക് ക്രിസ്ത്യാനിമാരുടെ പേര് വിവരങ്ങൾ നേരത്തെ കൂട്ടി നൽകുകയാണെങ്കിൽ വീട് വെഞ്ചരിക്കാൻ വരുമ്പോൾ അതിൻ്റെ ഭാരവാഹികളും കൂടെ വരും. അപ്പോൾ പേര് വിവരങ്ങൾ നേരത്തെ കൂട്ടി നൽകുകയാണെങ്കിൽ നന്നായിരിക്കും. മറ്റൊരു കാര്യം, വികസന വരി എന്ന് പറയുന്ന ഒരു വരി നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇതുവരെയുള്ള കണക്കുകൾ, ഓരോ വ്യക്തിയും തന്ന എമൗണ്ട് എത്ര ആണ്, അതിൻ്റെ റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടോ, കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് മേടിക്കുവാനായിട്ട് ആ വരി, നിങ്ങൾ അടച്ച വരി നിങ്ങളെ ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഇത്ര തുക നിങ്ങൾ അടച്ചിട്ടുണ്ട്, ഈ ബാക്കി ഇത്ര തുകയുണ്ട് എന്നത് ബോധ്യപ്പെടുത്തുക എന്നതുകൂടി ഈ ഭവനാശീർവാദ കർമ്മത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഇടവകയിൽ എത്ര കുടുംബങ്ങളുണ്ട്, മാതാപിതാക്കള്, കുട്ടികളുടെ വിദ്യാഭ്യാസം അത് നേരത്തെ അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് പുതിയ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടായതുകൊണ്ട് ഇത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുവാൻ വേണ്ടി അതൊന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ കാര്യങ്ങളൊക്കെ എത്ര പേരുണ്ട്, മാതാപിതാക്കളുടെ പേര്, കുട്ടികളുടെ പേര്, അതൊക്കെ ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഭവന ആശീർവാദത്തിൽ നമ്മൾ വരിക. അപ്പം എൻ്റെ കൂടെ വരുന്നവരോട് സഹകരിക്കുക. അവരെ നിങ്ങളുടെ ശത്രുവായാലും ആ ഭാവമൊന്നും കാണിക്കരുത്. ഭവനത്തിൽ വരുന്ന അതിഥി ദേവോ ഭവ, അതിഥിയെ ദൈവത്തെ പോലെ സ്വീകരിക്കുക. ഒന്നും കൊടുത്തില്ലെങ്കിലും അവരോട് ദേഷ്യപ്പെടാതിരിക്കുക. പിരിവിന് വരികയല്ല, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ പിരിവൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഭവന ആശീർവാദത്തിന് നിങ്ങൾ കവർ പൈസ അതൊന്നും കൊടുക്കണ്ട. ഭവന ആശീർവാദം പുരോഹിതൻ്റെ കടമയാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ സംഭാവനകളോ കവറോ കൈമണിയോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഭവനങ്ങളും ആശീർവദിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒപ്പം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ക്രിസ്ത്യാനിമാരുടെ പേര് വിവരങ്ങൾ നൽകുക. വികസന വരി എപ്രകാരമാണ് പോകുന്നത് എന്നൊന്ന് ക്രമപ്പെടുത്തുക. അതായിരിക്കാം ഈ ഭവന ആശീർവാദത്തിൻ്റെത്. അതുകൊണ്ട് നമ്മൾ അതിന് മുന്നോടിയായിട്ട് അടുത്ത ആഴ്ച പൊതുയോഗം വിളിക്കുക. പൊതുയോഗത്തിന് ശേഷമാണ് ഭവന ആശീർവാദ കർമ്മം നടക്കുക. പൊതുയോഗത്തിൽ അജപാലന സമിതി, ആനിമേറ്റേഴ്സ്, സമിതി അംഗങ്ങൾ ഇവരൊക്കെ പങ്കെടുക്കേണ്ടതാണെന്ന് ഓർപ്പിക്കുന്നു. BBSൻ്റെ സമയം ഒരുപാടായിട്ടുണ്ട്. സമ്മാനങ്ങൾ വളരെ പെട്ടെന്ന് കൊടുക്കുന്ന അവസരമാണ്. ഈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത് ഇടവകയിലെ ഒരുപാട് ആത്മാർത്ഥത ഉള്ളവർ, അവരുടെ പരേതരുടെ ഓർമ്മയ്ക്ക് വേണ്ടി, വീട്ടിൽ നിന്ന് മരിച്ചു പോയവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് BBSന് വേണ്ടി സംഭാവന നൽകിയവരുണ്ട്. ഈ ഭക്ഷണത്തിന് വേണ്ടി സംഭാവന നൽകിയവർ. അപ്പം അതിൻ്റെ പേര് ഗിൽസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കല്ലുവിള വീട് 30 കിലോ അരി നൽകിയിട്ടുണ്ട്. പ്രൊഫസർ S. വർഗീസ് പടിഞ്ഞാറെ കരിഞ്ച വീട് 5000 രൂപ നൽകിയിട്ടുണ്ട്. ലൈലാദാസ്, പ്രഭോ നിവാസ്, പ്രണവ്, പ്രമോദ്, കുഞ്ഞുമോൻ ഇവരുടെ ഓർമ്മയ്ക്കായിട്ട് 5000 രൂപ നൽകിയിട്ടുണ്ട്. ആൽമ ഇല്ലം 2000 രൂപ നൽകിയിട്ടുണ്ട്. സറാഫിൻ ജോബ് 1500 രൂപ സാബു വിലാസം നൽകിയിട്ടുണ്ട്. ബ്രിജിറ്റ് ജോസഫ് പ്രേംനിവാസ് 1000 രൂപ നൽകി. ബിൻസി പടപ്പക്കര 1000 രൂപ നൽകി. ജ്യോതി രാജ് വിളയിൽ വീട് 1000 രൂപ നൽകി. കുസുമം ഐശ്വര്യം 500 രൂപ നൽകി. പ്ലാസിഡ് കളിയിലുവിള 500 രൂപ. സണ്ണി ശോഭ ലവ് ഷോ 500 രൂപ. ലിസി മോൾ പോൾ 500 രൂപ. കൂടാതെ മേഴ്സി ടീച്ചർ, സലീം മോഡേൺ ബേക്കറി, ജലജ പാറവിള വീട്, ഫ്രെഡി മേഴ്സിവില ഇവരും സംഭാവന, ചെറിയ സംഭാവനകൾ BBSന് വേണ്ടി നൽകിയിട്ടുണ്ട്. സമ്മാന വിതരണമാണ്. പരേതരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നൽകുന്ന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ട് കുട്ടികളുടെ പേര് വിളിക്കുമ്പോൾ മുന്നോട്ട് വന്ന് മേടിക്കേണ്ടത്. നമ്മുടെ ഇടവകയിൽ നിന്നും നീറ്റിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മുൻ വിശ്വാസ പരിശീലന വിദ്യാർത്ഥി ബ്ലെസ്സി പ്ലാസ്റ്റിനെ ആദരിക്കാനായി ക്ഷണിക്കുന്നു.
അലോഷ്യസിന്റെ ഓർമ്മയ്ക്കായി സുജ അലോഷ്യസ് സ്പോൺസർ ചെയ്യുന്ന മൊമെന്റോ സജീവ് മൂരിപ്പുറത്തും സുജ അലോഷ്യസ് സ്പോൺസർ ചെയ്യുന്ന 4000 രൂപ ക്യാഷ് അവാർഡും നൽകും. രണ്ടായിരത്തി 2024-2025 അധ്യയന വർഷത്തിൽ ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് പ്രൈസാണ് ആദ്യം നൽകുന്നത്. പേര് വിളിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് മുന്നോട്ട് വരിക. KG സെക്ഷൻ സേബ, സാനിയ, സുനിൽ സിൽവസ്റ്റർ ഓർമ്മയ്ക്കായി മേഴ്സി ദാസ് സ്പോൺസർ ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് റോസ്ന മരിയ ജോജോ സോണിയ റാണിയുടെ ഓർമ്മയ്ക്കായി മേഴ്സി സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് സെക്കൻഡ് എയ്ഡൻ ഷൈൻ മേരിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായി മേഴ്സി വലിയ വീട് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് തേർഡ് ആൻഡ്രിയ തെരേസ നിക്സൺ KV ലൂയിസിന്റെ ഓർമ്മയ്ക്കായി മേഴ്സി സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഫോർത്ത് നിജിൻ ദാസ് ജോസഫ് ലില്ലി ഓർമ്മയ്ക്കായി മേരി സരോജ സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഫിഫ്ത്ത് നവീന മരിയം ഷാൻ ജെർമിയാസ് അൽബീന ഓർമ്മയ്ക്കായി കുസ്മം ഐശ്വര്യ സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഫിഫ്ത്ത് നിമ മരിയ ജോസ് യേശുദാസൻ ഡിയോൺസ് ഓർമ്മയ്ക്കായി കുസ്മം സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് സിക്സ് ആരോൺ AR ജോൺ സെബാസ്റ്റ്യൻ ഓർമ്മയ്ക്കായി ഫ്രാൻസിസ് TS സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് സിക്സ് ലൊറൈൻ ബി സെയ്റ ആലിസ് സെബാസ്റ്റ്യൻ ഓർമ്മയ്ക്കായി ഫ്രാൻസിസ് TS ചാരിസ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് സെവൻ ശ്രേയ മറിയം ഷൈൻ മൈക്കിൾ സഖറിയാസ് ഓർമ്മയ്ക്കായി സരോജ ഫ്രാൻസിസ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് സെവൻ ആരാധ്യ R ബിജു റീത്ത സഖറിയാസ് ഓർമ്മയ്ക്കായി സരോജ ഫ്രാൻസിസ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് എയ്ത്ത് നിയ ആൻ പ്രസാദ് PM മൊബൈൽസ് പേരയം ദീപ സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് എയ്ത്ത് അബിന്യ ബിനോയ് കുഞ്ഞിമോൻ ഓർമ്മയ്ക്കായി ലൈല ദാസ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് എയ്ത്ത് അലീന സജീവ് പ്രമോദ് ഓർമ്മയ്ക്കായി ലൈല ദാസ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 9 നിയ മരിയ സുനിൽ പ്രണവ് ഓർമ്മയ്ക്കായി ലൈല ദാസ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 9 ജിൻസി ജോർജ് ബ്രിജിൻ ബെന്നി ഓർമ്മയ്ക്കായി മാർട്ടിൻ ബെന്നി സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 9 ആൽവിൻ ജെ വിക്ടർ P മാർട്ടിൻ ഓർമ്മയ്ക്കായി അൽമ സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 10 ഹൃദ്യ മറിയം ഹണി ആന്റണി എമിലി ഓർമ്മയ്ക്കായി സെലിൻ അലക്സ് സ്പോൺസർ ചെയ്യുന്നു.
സ്റ്റാൻഡേർഡ് 10 ക്രിസ്റ്റി സോളമൻ. റോക്കി ക്രിസ്റ്റീന ഓർമ്മയ്ക്കായി സെലിൻ അലക്സ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 10 ജൊവാന മേരി ജോൺ. അലക്സിന്റെ ഓർമ്മയ്ക്കായി സെറാഫിൻ ജോബ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 11 അഷ്മിത എഡിസൺ. ജോബായുടെ ഓർമ്മയ്ക്കായി സെറാഫിൻ ജോബ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 11 റിൻസി ഡിക്രൂസ്. ഹാരിസൺ ഓർമ്മയ്ക്കായി അലീന ഹാരിസൺ സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 12 ആൽവിൻ ഹിലാരി. KS തോമസ് ഓർമ്മയ്ക്കായി ബിനു വിജേഷ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 12 ദിയ മരിയ സുനിൽകുമാർ. മേരിക്കുട്ടി തോമസ് ഓർമ്മയ്ക്കായി ബിനു വിജേഷ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 12 ഷെർവിൻ വിൽസൺ. ജെർമിയാസ് ഓർമ്മയ്ക്കായി ബേബി പ്ലാവിള വീട് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 12 അനഘ ലോപ്പസ്. LCV ജെറിൻ ഓർമ്മയ്ക്കായി ഷീല സ്പോൺസർ ചെയ്യുന്നു. അടുത്തത് ക്ലാസ് സെക്കൻഡ് ആണ് അനൗൺസ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് കുട്ടികൾ മുന്നോട്ട് വരിക. KG സെക്ഷൻ അൽഫോൺസ പ്രദീപ് അഫിലാദാസ് ഓർമ്മയ്ക്കായി അൽഫോൺസ പ്രദീപ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആൽഫിൻ തോമസ്. തിയേറ്ററിന്റെ ഓർമ്മയ്ക്കായി റോബിൻസൺ സ്പോൺസർ ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റാൻഡേർഡ് അമേലിയ തെരേസ ജെ ജോസഫ്. ജീവകുമാർ ഓർമ്മയ്ക്കായി റോബിൻസൺ സ്പോൺസർ ചെയ്യുന്നു. തേർഡ് സ്റ്റാൻഡേർഡ് ക്രിസ്ത്യൻ സോളമൻ. ഫ്രാൻസിസ് ഓർമ്മയ്ക്കായി കിരൺ ഫ്രാൻസിസ് സ്പോൺസർ ചെയ്യുന്നു. ഫോർത്ത് സ്റ്റാൻഡേർഡ് ആശിഷ് ക്രിസ്റ്റി. മേരി മൈക്കിൾ ഓർമ്മയ്ക്കായി നെൽസൺ CP സ്പോൺസർ ചെയ്യുന്നു. ഫിഫ്ത് സ്റ്റാൻഡേർഡ് ആൽവിൻ പ്രദീപ്. റെയ്മണ്ട് ആലുവിള ഓർമ്മയ്ക്കായി വിമല സേവ്യർ സ്പോൺസർ ചെയ്യുന്നു. ഫിഫ്ത് സ്റ്റാൻഡേർഡ് ആദി ജോൺ ജിനു. മേരി റെയ്മണ്ട് ഓർമ്മയ്ക്കായി വിമല സേവ്യർ സ്പോൺസർ ചെയ്യുന്നു. സിക്സ് സ്റ്റാൻഡേർഡ് നിമിയ നൈസ് അനിൽ. വർഗീസ് ജെട്രൂഡ് ഓർമ്മയ്ക്കായി ടെൻസൺ സ്പോൺസർ ചെയ്യുന്നു. സിക്സ് സ്റ്റാൻഡേർഡ് അഡോൺ എസ് സലീം. VP ജോസഫ് ഓർമ്മയ്ക്കായി പ്രസാദ് സ്പോൺസർ ചെയ്യുന്നു. സെവൻത് സ്റ്റാൻഡേർഡ് സാൻജോ സുനിൽ. രാജു EP ഓർമ്മയ്ക്കായി ആഗ്നൽ രാജു സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 7 അജിന മരിയ ഷാജി. ജെയിംസ് ഗോമസ് ഓർമ്മയ്ക്ക് വിമല ജെയിംസ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 8 അന്ന മേരി. ആൽബിയുടെ ഓർമ്മയ്ക്കായി LC സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 8 ഹന്ന എഡ്വേർഡ്. ലോറൻസിന്റെ ഓർമ്മയ്ക്കായി ഉഷ ജോൺ സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 8 ജോസ്ന മേരി മൈക്കിൾ ആഗ്നസിന്റെ ഓർമ്മയ്ക്കായി ഉഷ ജോൺ സ്പോൺസർ ചെയ്യുന്നു. മക്കളെ പെട്ടെന്ന് മുന്നോട്ട് വരണേ. നയൻത് സ്റ്റാൻഡേർഡ് അഫിൽ S സലീം. ഷാജി ഫെലിക്സ് ഓർമ്മയ്ക്കായി ആലിസ് ഷാജി സ്പോൺസർ ചെയ്യുന്നു.
9th സ്റ്റാൻഡേർഡ് അലീന ആർ മിരാൻഡ. ആന്റണി ഏഞ്ചൽ ഓർമ്മയ്ക്കായി സരോജം ജോയി സ്പോൺസർ ചെയ്യുന്നു. 9th സ്റ്റാൻഡേർഡ് അദീന ആർ ബിജു. അൻസൺ ലിസി ഓർമ്മയ്ക്കായി സരോജം ജോയി സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ജിയോ ജോസ് ജസ്റ്റ് ജോൺസൺ ഓർമ്മയ്ക്കായി സ്മിത ജസ്റ്റ് സ്പോൺസർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 11 ക്രിസ്റ്റോ ഡെറിക്സ്. സ്റ്റാൻഡേർഡ് 11 മേരി മിലൻഡ എം. സ്റ്റാൻഡേർഡ് 12 ജോയൽ ജോസ്. സാവിയോ ഫ്രാൻസിസ് അൻസി രാജു. സ്റ്റാൻഡേർഡ് 12 ജോയൽ ജോസ്, സാവിയോ ഫ്രാൻസിസ്, അൻസി രാജു. നെക്സ്റ്റ് അറ്റൻഡൻസിന്റെ ഫുൾ അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്കുള്ള സമ്മാനമാണ് നൽകുന്നത്. മുടങ്ങാതെ വിശ്വാസ പരിശീലനത്തിൽ സംബന്ധിച്ച കുട്ടികൾക്കുള്ളതാണ്. KG സെക്ഷൻ അദീന തോമസ്. പി മാർട്ടിന്റെ ഓർമ്മയ്ക്കായി ആൽമ സ്പോൺസർ ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആൽബിൻ ബോബിൻ. സിൽവസ്റ്റർ ഓർമ്മയ്ക്കായി മേഴ്സി ദാസ് സ്പോൺസർ ചെയ്യുന്നു. ആൽബിൻ ബോബൻ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആൽഫിൻ തോമസ്. സോണിയ റാണി ഓർമ്മയ്ക്കായി മേഴ്സി സ്പോൺസർ ചെയ്യുന്നു. ആൽഫിൻ തോമസ്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് എയ്ഡൻ അനിൽ. ജോസഫ് ലില്ലി ഓർമ്മയ്ക്കായി മേരി സരോജം സ്പോൺസർ ചെയ്യുന്നു. തേർഡ് സ്റ്റാൻഡേർഡ് നിയ മരിയ ജിയോ. ജെർമിയാസ് അൽബീന ഓർമ്മയ്ക്കായി കുസ്മം സ്പോൺസർ ചെയ്യുന്നു. ഫോർത്ത് സ്റ്റാൻഡേർഡ് മെൽവിൻ മാത്യു. യേശുദാസൻ ദിയോൺസ് ഓർമ്മയ്ക്കായി കുസ്മം സ്പോൺസർ ചെയ്യുന്നു. മെൽവിൻ മാത്യു. ഫിഫ്ത് സ്റ്റാൻഡേർഡ് അനീറ്റ എഡ്വേർഡ്. ഹാരിസൺ ഓർമ്മയ്ക്കായി അലീന ഹാരിസൺ സ്പോൺസർ ചെയ്യുന്നു. ഫിഫ്ത് സ്റ്റാൻഡേർഡ് സ്റ്റെഫാനിയ സാബു. എൽസേവി ജെറിൻ ഓർമ്മയ്ക്കായി ഷീല സ്പോൺസർ ചെയ്യുന്നു. സിക്സ് സ്റ്റാൻഡേർഡ് സാൻഡിയ സ്റ്റാലിൻ. വർഗീസ് ജെട്രൂഡ് ഓർമ്മയ്ക്കായി ടെൻസൺ സ്പോൺസർ ചെയ്യുന്നു. സിക്സ് സ്റ്റാൻഡേർഡ് അഡോൺ എസ് സലീം. രാജു EP ഓർമ്മയ്ക്കായി ആഗ്നൽ രാജു സ്പോൺസർ ചെയ്യുന്നു. സിക്സ് സ്റ്റാൻഡേർഡ് നിജിൻ ജിയോ. പൗലോസ് ആൻഡ് ഏലിക്കുട്ടി ഓർമ്മയ്ക്കായി പ്രൊഫസർ ജോർജ് പോൾ സ്പോൺസർ ചെയ്യുന്നു. സെവൻത് സ്റ്റാൻഡേർഡ് ആൾവിൻ അനിൽ. ലില്ലിയുടെ ഓർമ്മയ്ക്കായി പ്രൊഫസർ മെർലിൻ സ്പോൺസർ ചെയ്യുന്നു. സെവൻത് സ്റ്റാൻഡേർഡ് അജിന മരിയ ഷാജി. വിൽഫ്രഡ് മിരാൻഡ ആൻഡ് മേഴ്സി മിരാൻഡ ഓർമ്മയ്ക്കായി പ്രൊഫസർ മരിയ പത്മ മിരാൻഡ സ്പോൺസർ ചെയ്യുന്നു. മിലൻ മാത്യു. എയ്ത്ത് സ്റ്റാൻഡേർഡ് മിലൻ മാത്യു. ഇപ്പോളിറ്റിസ് ആൻഡ് അനസ്തിയാസിയുടെ ഓർമ്മയ്ക്കായി ബീന ഇപ്പോളിറ്റിസ് സ്പോൺസർ ചെയ്യുന്നു. എയ്ത്ത് സ്റ്റാൻഡേർഡ് നിയ ആൻഡ് പ്രസാദ്. നയൻത് സ്റ്റാൻഡേർഡ് ജിൻസി ജോർജ്. സ്നേഹ എസ്. അഫ്ന മനോജ്. നയൻത് സ്റ്റാൻഡേർഡ് ജിൻസി ജോർജ്,
സ്നേഹ എസ്, അഭിന മനോജ്. 10th സ്റ്റാൻഡേർഡ് അദീന ആർ ബിജു, ജിയോ ജോസ്, ആഷർ സന്തോഷ്. അദീന ആർ ബിജു, ജിയോ ജോസ്, ആഷർ സന്തോഷ്. 11th സ്റ്റാൻഡേർഡ് ചിഞ്ചു ജോസ്, ജിൻസി ഡിക്രൂസ്. 11th സ്റ്റാൻഡേർഡ് ചിഞ്ചു ജോസ്, ജിൻസി ഡിക്രൂസ്. 12th സ്റ്റാൻഡേർഡ് ആൽഡ്രിൻ ഹിലാരി. ലില്ലിയുടെയും ജോസഫിന്റെയും ഓർമ്മയ്ക്കായി മേരി സരോജ സ്പോൺസർ ചെയ്യുന്നു. 12th സ്റ്റാൻഡേർഡ് ജോയൽ ജോസ്, ഹെസ്ലി ബി റോബിൻസൺ. 12th സ്റ്റാൻഡേർഡ് ആൽഡ്രിൻ ഹിലാരി, ജോയൽ ജോസ്, ഹെസ്ലി ബി റോബിൻസൺ. 'അടുത്തതായി വിശ്വാസ പരിശീലന വാർഷിക പരീക്ഷയിൽ A+ നേടിയ ആൽവിൻ ജെ വിക്ടർ. അടുത്തതായി മതബോധന ദിനത്തില് രൂപതാതല ടീച്ചേഴ്സിന്റെ മത്സരമുണ്ടായിരുന്നു. ആ ലേഖന മത്സരത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ ടീച്ചേഴ്സാണ്. ലേഖന മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സരോജ ഫ്രാൻസിസ്, 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഷൈനി സണ്ണി. ഞങ്ങളുടെ ഈ ഒരാഴ്ച ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് വളരെ നല്ലൊരു കൈത്താങ്ങ് നൽകുകയും ചെയ്ത ധനകാര്യ സമിതി, അജപാലന സമിതി, എല്ലാ ആനിമേറ്റേഴ്സ് എല്ലാവർക്കും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ മാലാഹയോട് ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കുർബാനയ്ക്ക് ശേഷം സമ്മാനം കിട്ടിയ എല്ലാ കുട്ടികളും മറ്റു കുട്ടികളും PUS കുട്ടികളെല്ലാവരും അവരുടെ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരിക്കും. കുർബാനയ്ക്ക് ശേഷം തേങ്ങാലേല ഉണ്ടായിരിക്കും. BBS റാലി, നമ്മൾ സൈക്കിൾ റാലി, ബൈക്കുള്ളവർ ബൈക്കിൽ, വാഹനമുള്ളവർ 4 വീലർ വാഹനത്തിൽ നമ്മൾ പേരയം വഴി വടപ്പക്കര ദേവാലയത്തിൽ എത്തിച്ചേർന്ന് വീണ്ടും നമ്മുടെ ദേവാലയത്തിൽ എത്തിച്ചേരും. കഴിയുന്നവരൊക്കെ ഈ റാലിയിൽ പങ്കെടുക്കുക. കുട്ടികളോടൊപ്പം എല്ലാവരും റാലിയിൽ പങ്കെടുക്കുക. വളരെ പതുക്കെ നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുന്നുള്ളൂ. അഭ്യാസങ്ങളൊന്നും കാണിക്കത്തില്ല. അനൗൺസ്മെന്റ് വാഹനം ഉണ്ടായിരിക്കും. അതിൻ്റെ പിന്നിലായിട്ട് വളരെ പതുക്കെ സൈക്കിൾ ചവിട്ടി സുരക്ഷിതരായി നമ്മൾ തിരിച്ചു വരണം. റാലിയിൽ എല്ലാവരും കുട്ടികളും പങ്കെടുക്കുക. കുട്ടികൾ ദേവാലയത്തിൽ തന്നെ ഇരിക്കുക. അതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് റാലി പുറപ്പെടുക. അതിനുശേഷമാണ് കുട്ടികൾക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ VBS സമാപിക്കുന്നതാണ്. എല്ലാവർക്കും, ടീച്ചേഴ്സിനും, അജപാലന സമിതി, ധനകാര്യ സമിതി, സ്പോൺസർ ചെയ്ത വ്യക്തികൾ എല്ലാവർക്കും, കുട്ടികൾക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കാരുണ്യപൂർവ്വം അങ്ങേ ജനത്തോടു കൂടെ ആയിരിക്കണമെന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ച അവരെ പഴയ ജീവിത ശൈലിയിൽ നിന്നും നവജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും
പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഫോട്ടോ സെക്ഷൻ കുട്ടികളെ അതുപോലെ അധ്യാപകർ